നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് കോടതിയിലെത്തിയപ്പോൾ ജഡ്ജി എഴുന്നേറ്റ് നിന്നെന്ന പരാമർശത്തിൽ കേസെടുക്കാൻ പോലീസ് നിർദ്ദേശം. മത്സ്യത്തൊഴിലാളി ഐക്യവേദി നേതാവ് ചാൾസ് ജോർജിനെതിരെയാണ് കേസെടുക്കാൻ നിർദ്ദേശം. എറണാകുളം ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പോലീസിന് നിർദ്ദേശം നൽകിയത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. വിഷ്ണു, ചാൾസിന്റെ പരാമർശം എപ്പോഴായിരുന്നു? അതെങ്ങനെയാണ് കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്? ഇത് സാധാരണ കേട്ടുകേൾവിയുള്ള ഒരു നടപടിയാണോ? നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് കോടതിയിലെത്തിയപ്പോൾ ജഡ്ജി എഴുന്നേറ്റ് നിന്നു എന്ന പരാമർശത്തിലാണ് ഇപ്പോൾ കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. വിഷ്ണു, എപ്പോഴായിരുന്നു ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടായത്? ഈ നടപടി സാധാരണമാണോ? ഈ ഡിസംബർ 8-ാം തീയതി നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ ശിക്ഷ വിധിക്കുന്ന ദിവസം മത്സ്യത്തൊഴിലാളി ഐക്യവേദി നേതാവ് ചാൾസ് ജോർജ് ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ജഡ്ജി ദിലീപ് വന്ന ഘട്ടത്തിൽ ദിലീപിനെ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചു എന്ന തരത്തിലായിരുന്നു ആ പരാമർശം. പിന്നീട് ഇത് സാമൂഹ്യ മാധ്യമത്തിലടക്കം വലിയ ചർച്ചയായിരുന്നു. അദ്ദേഹം ചില തെറ്റിദ്ധാരണകളുടെ പുറത്താണ് ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയതെന്ന് പിന്നീട് അത്തരത്തിലുള്ള ചർച്ചകൾ നടന്നിരുന്നു. ഇതിപ്പോൾ കോടതി ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ അധിക്ഷേപിച്ച പ്രതികരണത്തിൽ കേസെടുക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. സെൻട്രൽ പോലീസിനാണ് കേസെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളി ഐക്യവേദി നേതാവ് ചാൾസ് ജോർജിനെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എറണാകുളം ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നിർദ്ദേശം. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.